നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് വെസ്റ്റ് ലണ്ടനിലെ കിങ്സ്ബറി ഹൈസ്കൂളിൽ ആക്രമണം. 2 ആൺകുട്ടികൾക്ക് കുത്തേറ്റു. കുട്ടികളുടെ നില അതീവ ഗുരുതരം. കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച 13 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവമുണ്ടായത്. വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിൽ ഒരാളെ ഗുരുതര പരിക്കുകൾ കാരണം പ്രധാന ട്രോമാ സെന്ററിലേക്ക് അടിയന്തരമായി പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ഇരുവരുടെയും നില ഗുരുതരമാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഭീകരവിരുദ്ധ ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എങ്കിലും ഇതൊരു ഭീകര സംഭവമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മെറ്റ് ഓഫ് പോലീസ് അറിയിച്ചു. സംഭവത്തിന് ശേഷം പ്രതി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ ഉപയോഗിച്ചതായി കരുതുന്ന ആയുധവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇന്ത്യ യുകെയുമായും നോർത്ത് അയർലൻഡുമായും സോഷ്യൽ സെക്യൂരിറ്റി സംഭാവനകളുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂണുമാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളിലേക്കും താൽക്കാലിക നിയമനത്തിന് പോകുന്ന ജീവനക്കാർക്ക് 36 മാസത്തേക്ക് ഇരട്ട സോഷ്യൽ സെക്യൂരിറ്റി സംഭാവന നൽകേണ്ട സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് ഈ കരാർ ലക്ഷ്യമിടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കുറച്ചു കാലത്തേക്ക് വിദേശ നിയമനങ്ങളിൽ പോകുന്ന ജീവനക്കാരുടെ സഞ്ചാര സൌകര്യവും അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി പരിരക്ഷയും ഉറപ്പാക്കുവാൻ ഈ കരാർ സഹായകരമാകും. ഇന്ത്യയും യുകെയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഭാഗമായാണ് കരാർ വരുന്നതെന്നും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടൊപ്പം ഇതും പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. യുകെയിൽ കഴിഞ്ഞ വർഷം നടന്ന മാഞ്ചസ്റ്റർ സിനഗോഗ് ആക്രമണത്തിന് പിന്നാലെ യഹൂദ വിരുദ്ധ സംഭവങ്ങൾ ഗണ്യമായി വർദ്ധിച്ചതായി റിപ്പോർട്ട്. യഹൂദ വിരുദ്ധ സംഭവങ്ങൾ നിരീക്ഷിക്കുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണിത്. ആക്രമണം നടന്ന ദിവസവും അതിന്റെ പിന്നാലെയുള്ള ദിവസവും 40 വീതം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഏറ്റവും ഉയർന്ന ദിനാശ്രിത കണക്കുകളാണിവ. ആക്രമണത്തിന് പിന്നാലെ രേഖപ്പെടുത്തിയ സംഭവങ്ങളിൽ പകുതിയിലധികവും ആക്രമണത്തെ നേരിട്ട് പരാമർശിക്കുന്നതോ ആഘോഷിക്കുന്നതോ ആയിരുന്നുവെന്ന് CST വ്യക്തമാക്കി. നേരിട്ടല്ലാതെ ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയയിൽ യഹൂദ വിരുദ്ധ പോസ്റ്റുകൾ, യഹൂദ സംഘടനകൾ, വ്യക്തികൾ നടത്തിയ പ്രതിഷേധ പ്രഖ്യാപനങ്ങൾ, നൽകിയ അപമാനകരമായ മറുപടികൾ, യഹൂദ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അയച്ച വൈരാഗ്യപരമായ ഇമെയിലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 1984 മുതൽ ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങിയ CSTയുടെ ചരിത്രത്തിൽ യുകെയിൽ നടന്ന ആദ്യത്തെ മാരക യഹൂദ വിരുദ്ധ ഭീകരാക്രമണമായിരുന്നു മാഞ്ചസ്റ്റർ സിനഗോഗ് ആക്രമണം. ഇംഗ്ലണ്ടിലെ സെക്കൻഡറി സ്കൂളുകളിൽ ന്യൂറോ ഡൈവേഴ്സ് കുട്ടികൾക്കും പ്രത്യേക വിദ്യാഭ്യാസം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇടങ്ങൾ ഒരുക്കുമെന്ന് സർക്കാർ നിർദ്ദേശം. അധിക പിന്തുണ ആവശ്യമായ കുട്ടികൾക്ക് ചില പാഠങ്ങൾക്കായി സഹായം ലഭ്യമാക്കുന്ന ഇൻക്ലൂഷൻ ബേസുകൾ എല്ലാ സെക്കൻഡറി സ്കൂളുകളിലും ഒരുക്കണമെന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ആൻഡ് ഡിസബിലിറ്റീസ് സപ്പോർട്ട് പുനഃപരിശോധിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതികളുടെ പ്രധാന ഘടകമാണിത്. കൂടുതൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന സംവിധാനങ്ങളാക്കി സ്കൂളുകളെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്നതിനുള്ള സർക്കാരിന്റെ ദീർഘദർശനമാണ് ഇതിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്ഷേമ പരിഷ്കാര വിവാദങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ നയപരിഷ്കാരമായി ഇതിനെ കാണപ്പെടുന്നുണ്ട്. 3.7 ബില്യൺ പൌണ്ടാണ് പദ്ധതിക്കായി വകയിരുത്തുന്നത്. സാധാരണ സ്കൂളുകളിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് ആൻഡ് ഡിസബിലിറ്റീസ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കായി 60,000 വരെ പ്രത്യേക സീറ്റുകൾ സൃഷ്ടിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഒഴിവുള്ള ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ പ്രത്യേകമായി നിർമ്മിച്ച സൌകര്യങ്ങളിലായിരിക്കും ഇവ സ്ഥാപിക്കുക. 3 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ വില്യം രാജകുമാരൻ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. യുകെ സൌദി ബന്ധത്തിലെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൌഹൃദപരമായ ചർച്ച നടത്തിയതായും റിപ്പോർട്ട്. സന്ദർശനം പ്രധാനമായും ഊർജ്ജ പരിവർത്തനവും യുവജന വികസനവും കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ധരിച്ച ജേഴ്സി അദ്ദേഹം സമാനമായി കൈമാറിയതായും കെൻസിംഗ്ടൺ പാലസ് അറിയിച്ചു. ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ രക്ഷാധികാരിയായ പ്രിൻസ് വില്യം റിയാദിലെ മിസ്ക് സ്പോർട്സ് സിറ്റിയിൽ വനിതാ താരങ്ങളുമായി പരിശീലന സെക്ഷനിലും പങ്കെടുത്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വനിതകളുടെ കായിക പങ്കാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം അവരുമായി സംസാരിച്ചിരുന്നു. സൌദിയിൽ 2018 വരെ വനിതകൾക്ക് സ്റ്റേഡിയങ്ങളിൽ കായിക മത്സരങ്ങൾ കാണുവാൻ തന്നെ അനുമതി ഇല്ലായിരുന്നു. ബ്രിട്ടനിലെ കെയർ സെക്ടറിൽ ജോലി ചെയ്ത മലയാളി കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികൾക്കും നിയമപരിഷ്കാരങ്ങൾക്കുമെതിരെ നിവേദനം സമർപ്പിച്ച് ക്രാക്ടൺ മലയാളി വെൽഫെയർ അസോസിയേഷൻ.
ക്ലക്ടൺ മണ്ഡലം എംപിയും റിഫോം യുകെ നേതാവുമായ നൈജൽ ഫറാഷിനാണ് സർക്കാർ നിവേദനം സമർപ്പിച്ചത്. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് മെമ്മോറാണ്ടത്തിന് കൃത്യമായ മറുപടി നൽകുമെന്നും വൈകാതെ തന്നെ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും എംപി ഉറപ്പ് നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. മാഞ്ചസ്റ്ററിലെ ട്രാഫോർഡ് മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച നടന്ന അസോസിയേഷന്റെ വാർഷിക ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. പുതിയ പ്രസിഡന്റായി ഡോണി ജോൺ, സെക്രട്ടറിയായി അനീഷ് തോമസ്, ട്രഷററായി ദീപക് വി ഡേവിസ്, വൈസ് പ്രസിഡന്റായി സിന്ധു സ്റ്റാൻലി, ജോയിന്റ് സെക്രട്ടറിയായി ജോർജ് തോമസ്, പബ്ലിക് റിലേഷൻസ് ഓഫീസറായി അഡ്വക്കേറ്റ് ഡൻസൺ തുര്യൻ പ്ലാറ്റിനെയും യോഗം തെരഞ്ഞെടുത്തു. കൂടാതെ സംഘടനയുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായി ഭാഗ്യലക്ഷ്മി ആദർശ്, ടെൻഷി ഷിജു, ബേർബൽ അജിൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. സംഘടനയുടെ യൂത്ത് കോർഡിനേറ്റേഴ്സായി ആകാശ് ബിജു മേനോൻ, ഷൈൻ സിജു, ഒലീവിയ സിപ്പി, നേഹ ബിജു, അഹിന അന്ന, അനീഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവും പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതി എൻ വാസുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് പഴുതാക്കിയാണ് ഇപ്പോൾ കേസിലെ പ്രതിയായ എൻ വാസുവും ജാമ്യം നേടുന്നത്. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ്. അതേസമയം കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. രാജ്യത്ത് ജനഗണമന ആലപിക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഇതിനു മുൻപ് വന്ദേമാതരം 6 ചരണങ്ങൾ ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചടങ്ങുകളിലും രാഷ്ട്രപതി ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള വന്ദേമാതരം ആലപിക്കണമെന്നാണ് നിർദ്ദേശം. വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് എല്ലാ പൌരന്മാരും എഴുന്നേറ്റ് നിൽക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നടത്തിയ വിശദീകരണത്തിൽ ട്രോൾ ചെയ്യപ്പെട്ടതിൽ വിശദീകരണവുമായി മുൻ മന്ത്രി KK ശൈലജ. ഓണത്തിന് കേരളം 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസായി കൊടുക്കുന്നുണ്ട്. ഓണമില്ലാത്ത സംസ്ഥാനത്ത് അവർക്ക് ഉത്സവ ഭത്ത കൊടുത്തുകൂടി. സൈബർ സംഘം ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.